അങ്ങ് വിചാരിക്കുന്നുണ്ടോ കലാലയത്തിൽ നിന്ന് രാഷ്ട്രീയം പൂർണ്ണമായിട്ട് പോയാൽ അങ്ങേക്കുണ്ടായതുപോലെയുള്ള പ്രശ്നങ്ങൾ രക്ഷകർത്താക്കൾക്ക് ഉണ്ടാകില്ല എന്ന്? പൂർണ്ണമായിട്ട് പോകാനുള്ള സാധ്യത എന്തായാലും ഇല്ല, അത് നടക്കത്തില്ല. ഓരോരുത്തർക്കും ഹയർ പാർട്ടികളുടെ എല്ലാം നേതൃത്വത്തിൽ ഇരിക്കുന്നവരെ അവർക്ക് ഓരോരുത്തരെ വളർത്തി കൊണ്ടുവരണ്ടേ, അവർക്ക് ഉയർച്ച വേണ്ടേ, അവർക്ക് ഹൈക്ക് വേണ്ടേ. അപ്പം അതിന് അവരുടെ പുറകിന് അവരെ ആരാധിക്കാൻ അല്ലെ അവരെ ഫോളോ ചെയ്യാൻ അവർ പറയുന്നത് കേൾക്കാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ വേണം എല്ലാ പാർട്ടികൾക്കും. അത് അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. ഇതില്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പില്ല. ഇത്രയും ഒരു കോളേജിൽ ഇത്രയും 3000 പേര് പഠിക്കുന്ന കോളേജിനകത്ത് ഒരു ആളും ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് അവരെ നിലനിൽപ്പില്ലല്ലോ. അപ്പം അതുകൊണ്ട് അവരുടെ ആഗ്രഹമാണ് ഈ കോളേജിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ഇതിനകത്തിൽ പെടുത്തണം, അവരെ കൊണ്ടുവരണം, അവരെ ഇതിൻ്റെ ഫോളോവേഴ്സ് ആക്കണം എന്നുള്ള അവരൊറ്റ കാര്യമാണ്. അത് ഇത് എന്നായാലും ഇത് തുടച്ചു നീക്കാനൊക്കത്തില്ല, ഇത് നിലനിൽക്കുകയും ചെയ്യും. അതിൻ്റെ പറഞ്ഞു. റാമും ഇന്നലെ ആ വിഷ്വൽ കണ്ടതിന് ശേഷം ആ പ്രിൻസിപ്പാളും യഥാർത്ഥ കുറ്റക്കാരാണെന്ന് ഈ കേരളത്തിലെ ആവാലവൃദ്ധം ജനങ്ങൾക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരെ എന്ത് ശിക്ഷ കൊടുക്കണമെന്നാണ് അങ്ങയുടെ അഭിപ്രായം? എനിക്കൊന്നും ആ കോളേജ് വർക്ക് ചെയ്യാൻ പാടില്ലെന്നു. അങ്ങനെ ഒരു ഇത്രയും നിയമം അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സ്വാശ്രയ കോളേജ് എന്തിനാ കേരളത്തിൽ? എന്താ അതിന്റെ ആവശ്യം? കേരളത്തിൽ ഇഷ്ടംപോലെ കോളേജ് ഉണ്ടല്ലോ. അല്ല, അത് കോളേജിന്റെ കാര്യം, ഈ വ്യക്തികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്നത് ഞാൻ അങ്ങ് പറയുന്ന അതേ വികാരത്തോടെ ഞാൻ മറുപടി പറയാത്ത എന്താ കാര്യം, ഇത് ശരിക്കും ഒരു നമ്മുടെ ജോർജ് സാറൊക്കെ പറഞ്ഞല്ലേ, ഒരു ക്രിമിനൽ കേസിന്റെ അന്വേഷണം നടക്കുകയാണ്. അപ്പോൾ ആ നിയമവ്യവസ്ഥയെ നമ്മൾ ബഹുമാനിക്കുന്ന ഒരാളെന്ന നിലയിൽ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുക, അതിലായിരിക്കും ഞങ്ങളെ ഉദ്ദേശവാദി തന്നെ. അല്ലെ? കാരണം നമ്മളിപ്പോൾ അല്ലാതെ അദ്ദേഹത്തിനെ തൂക്കണം, കൊല്ലണം എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇങ്ങനെ കേസ് കുറെ ഫൈറ്റ് ചെയ്താ, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ ശരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കോളേജ് മാനേജ്മെൻ്റ് ഉണ്ടാകും, കുട്ടികളുണ്ടാകും, രക്ഷകർത്താക്കളുണ്ടാകും. കാരണം ഞാനും ഒരു കോളേജിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഒരു അധ്യാപകൻ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആകാൻ പറ്റുക എന്ന് എനിക്ക് ആലോചിച്ച് മനസ്സിലാക്കില്ല. നമ്മളൊക്കെ കുട്ടികളെ കണ്ടത് കുട്ടികളെ സുഹൃത്തുക്കളെ പോലെയാണ്. അവരുടെ പ്രശ്നങ്ങളും അവരുടെ ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പം അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ കാലത്ത് അതും ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്ന് കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകനാണ് ഈ MK റാം എന്ന് പറയുന്നത്. ഈ ഡോക്ടർ റാമിന് കുട്ടികളോട് തന്നെ അയാൾക്കൊരു പുച്ഛമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കുട്ടികളെ തന്നെ അയാൾക്ക് താല്പര്യമില്ല. എന്താണ് നിങ്ങൾ ഇതിൽ ഏറ്റവും വിക്റ്റിമാക്കിയപ്പെട്ട കുടുംബം എന്ന നിലയിൽ നിങ്ങൾ എന്താ ആവശ്യപ്പെടുന്നത്? ഇപ്പോഴാ കോളേജിൽ രാഷ്ട്രീയം കൊണ്ടുപോയിട്ട് കാര്യമില്ല. കാര്യം ഞങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇതിനു മുന്നേ അതായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇന്ന് അവൻ ജീവനോട് ഉണ്ടാവുമായിരിക്കും. പിന്നെ വിശ്വസിക്കുന്നുണ്ടോ ഒരു ശക്തമായ ഒരു വിദ്യാർത്ഥി സംഘടനകളോ ഈ ക്യാമ്പസിൽ സാന്നിധ്യം ഉറപ്പിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവായി പോകുമായിരുന്നു? ഒരിക്കലുമില്ല. കാര്യം ആ മാനേജ്മെന്റിന് അവർക്ക് കാണാനേ പറ്റത്തില്ല. ഇപ്പൊ ഇത്ര രാഷ്ട്രീയം പോയിരുന്നാലും ഇനി ആരൊക്കെ പോയിരുന്നാലും ആ മാനേജ്മെന്റ് എവിടെയാണെന്ന് പോലും അവർക്ക് അത് അറിയാൻ പറ്റൂല. കാര്യം അത്രയും അവർ സേഫിലാണ് ഇരിക്കുന്നത്. പിന്നെ മറ്റു ജാതിയെ ജാതി പറയുന്നു, മറ്റുള്ളവരെന്ത് ട്രൈബലിലും SC ST ജീവിക്കുന്നവർ മനുഷ്യരല്ലേ, അവരുടെ ശരീരത്തിലൂടെ ഓടുന്നത് ബ്ലഡ് അല്ലേ. ഇപ്പൊ രാഷ്ട്രീയമല്ലേ ഇവിടുത്തെ കാര്യം. ഇപ്പൊ ഈ 9 ദിവസമായി ഞങ്ങൾക്ക് ഇതുവരെ അറിഞ്ഞുകൂടാ അവരെന്താണ് അവിടെ പറ്റിയതെന്ന്. അവിടെ എന്ത് പറ്റി? അവരെ കൊന്നതാണോ അത് അവരായിട്ട് പോയതാണോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾക്ക് അതാണ് വേണ്ടത്. ഇപ്പൊ രാഷ്ട്രീയം പരസ്പരം അടിയുണ്ടാക്കിയിട്ട് ജാതി പറഞ്ഞിട്ടല്ല കാര്യം. ഞങ്ങൾക്ക് ജാതിയിൽ വിശ്വാസമില്ല, മതത്തിൽ വിശ്വാസമില്ല, രാഷ്ട്രീയത്തിൽ വിശ്വാസമില്ല. ഞങ്ങൾക്ക് അവൻ എന്ത് പറ്റി? അവന് നീതി. കാര്യം ഞങ്ങൾക്ക് ആകെ ഞങ്ങൾ ചേച്ചിമാരിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു അനിയനാണ്. കാര്യം ഞങ്ങളെക്കാളും കൂടുതൽ പഠിച്ച് ഞങ്ങൾ പോലും പഠിക്കാൻ കുറച്ച് ബാക്കായി നിന്നപ്പോൾ പോലും എൻ്റെ അനിയൻ അവിടെ കഷ്ടപ്പെട്ട് ഉറക്കം എഴുന്നേറ്റിരുന്നിരുന്നവ ഇത്രയും പഠിച്ചു വന്നതാണ്. അപ്പൊ ഈ രാഷ്ട്രീയം പറയുമ്പോഴത്തേക്കും ഈ ജാതിയുടെ പറയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എന്നെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ അനി 9 ദിവസമായി ഞങ്ങൾക്ക് ഇന്ന് വரைക്കും അറിയത്തില്ല. ഞങ്ങൾ ഇനി എന്ത് സമാധാനിച്ച് ജീവിക്കും? എൻ്റെ അനി എന്ത് ചെയ്താണ് മരിച്ചത്? ഇനി കൊന്നതാണോ അത് അവനെ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹവും അവരെ ആ കൂടെ ഇരിക്കുന്നവരെ ഇപ്പൊ മറ്റുള്ള സ്ഥലത്തേക്ക് ഇപ്പൊ അവനെ ഇപ്പൊ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചെങ്കിൽ അവരെ കൊന്നത് തന്നെയാണ്. അവർക്കെതിരെ ഇതുവരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.